ഞങ്ങളുണ്ടല്ലോ. അതുപോലെ വാലിലെ വല്ലതായിരിക്കും. കണ്ണിൽ വന്ന് നോക്കുമ്പോ കണ്ണല്ലേ ഇത്. എന്റെ നാത്തുനെ റെറ്റിന എന്ന് പറഞ്ഞ കണ്ണിന്റെ അകത്തുള്ള ഒരു സാധനമാണ്. അത് പുറകില്ല. എനിക്കറിയാം. നിങ്ങളെല്ലാം കൂടെ കുത്തി കുത്തി അതിനെ പഴിപ്പിക്കുവോ? ഞാൻ നോക്കിട്ടില്ല. ഇത് എനിക്ക് നോക്കാനൊന്നുമില്ല. ഇത് ഡ്യൂപ്ലിക്കേറ്റ്. അളിയാ ഇത് പ്ലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ എടുത്തെറിയുമ്പോ തറയിൽ പോണ്ടേ? അതിനെ അവന്മാരെ നല്ല പശ വെച്ചാണ് ഇത് ഒട്ടിച്ച് വെച്ചേക്കണത്. നീ നോക്കിടി. കഷ്ടം. ഞാനിതൊക്കെ ആരോടാ പറയണേ? നീ മീൻ കണ്ടിക്കുന്നല്ലേ? ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അതാണ് പറഞ്ഞത്. നമ്മൾ നിൽക്കുന്നത് അങ്ങനെ കുത്തി കഴിഞ്ഞ ചത്ത മീൻ നിങ്ങളെ ഇന്നിട്ട് വന്ന് കുത്തും. ഇനി എതെങ്ങാനും ഒറിജിനൽ ആണെങ്കിൽ ഇവൻ പറയണ വാക്ക് കേട്ടിട്ട് കുടുങ്ങുള്ള കാര്യം പറഞ്ഞു. ഓ, അത് ഒറിജിനൽ ആണെങ്കിലല്ലേ. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ഞാൻ എഴുതി വെച്ച് തരാം. അല്ലല്ലേ ഇത് കഷ്ടം. നിങ്ങൾക്ക് ഫുഡ് ഇൻസ്പെക്ടർ പിന്നല്ലാതെ പിന്നെ എന്റെ അളിയ ഇത് പ്ലാസ്റ്റിക്. ഞാൻ പറയണത് ഡ്യൂപ്ലിക്കേറ്റ് എന്ന്. ഞാൻ പറയുന്നത് എന്റെ അളിയ വെറുതെ തർക്കിക്കല്. ഞാൻ ബെറ്റ് വെക്കണ്. ഞാൻ പറയണത് പ്ലാസ്റ്റിക് ആണെന്ന്. ഫുഡ് ഇൻസ്പെക്ടർ വരുമ്പോ ഇത് തെളിയും പ്ലാസ്റ്റിക് ആണെന്ന്. ഞാൻ പറയുന്നത് ഇത് ഒറിജിനൽ ആണെന്ന്. എന്നാ അതെ ഞാൻ പറയാണ് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന്. 500 രൂപ വെച്ച് സമ്മതിച്ച് വരട്ട്. 150 രൂപ മീൻ കൊടുക്കാനില്ലാത്തവനാണ് 500 രൂപ ബെറ്റ് കെട്ടാൻ നടക്കുന്നത്. ആ 500 രൂപ എനിക്ക് അന്നേരം നിങ്ങൾ മേടിച്ച മീനിന്റെ കട തീർന്നേനല്ലോ. അതെ, കച്ചവടം വേറെ ബെറ്റ് വേറെ. നീ മിണ്ടരുത്. അതൊക്കെ ബെറ്റാണെന്ന് ഒരു കാര്യം ചെയ്യും. നിന്റെ കണ്ണെടുത്തിട്ട് നമുക്ക് ഒരു ലൈറ്ററോ വിളക്കം എന്തെങ്കിലും എടുത്താൽ കത്തിച്ചോക്കാം, ഉരുകും. പിന്നെ അവര് വന്നിട്ട് എന്താ എടുത്തിട്ട് നോക്കും? ഉദ്യോഗസ്ഥർ ഒന്നും വേണ്ട. ഇൻസ്പെക്ടർ വരും, നോക്കിട്ട് പറയും ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന്. ഒറിജിനൽ ആണെന്ന് അറിയാം. 500 എടുത്ത് വെച്ചോ. അവര് വരട്ടെ. വന്നിട്ട് നമുക്ക് എന്തെങ്കിലും തീരുമാനിക്കാം.